കേജിട്ടും നമുക്കൊണ്ടൊരു ബാഹുബലി എന്നൊരു ഫീലുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പരിപാടി അറിയാം എന്നൊരു സാഹചര്യം എല്ലാവർക്കും അറിയില്ല. അത് എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു മുഖ്യമന്ത്രി ഡയറക്ടർ ഇത്രയും 3 സിനിമകളുമായിട്ട് വലിയൊരു സ്വപ്നമായിട്ട് ഇറങ്ങിയത്? അത് മലയാളം എന്നൊരു ഇൻഡസ്ട്രിയിൽ നിന്നാണ്. പ്രത്യക്ഷമായിട്ട് പറഞ്ഞാൽ പിന്നെ അത് എങ്ങനെ ഇലുമിനേറ്റി ആകും? എൻ്റെ അമ്മ എന്നെ വളർത്തിയത് ബിലീവ് ഇൻ യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞാണ്. ട്രെയിലർ കണ്ട സാഹചര്യത്തില് മലയാള പ്രേക്ഷകർക്ക് എല്ലാവർക്കും രോമാഞ്ചം അന്നുപോലെ തുടങ്ങിയാണ്. പിന്നീട് ഓരോ ദിവസം കഴിയാൻ തോറും എന്താണ് എക്സൈറ്റ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിങ്ങനെ പല സിറ്റികളിൽ ഇങ്ങനെ തരംഗം നമ്മളെക്കാട്ടി നെഞ്ചിലേക്കുന്നത് ഒരു ഇന്ത്യൻ പ്രേക്ഷകരാണെന്ന് അറിഞ്ഞപ്പോൾ അത് ഭയങ്കര വലിയ സന്തോഷം. നമുക്കൊണ്ടൊരു കേജിട്ടും നമുക്കൊണ്ടൊരു ബാഹുബലി എന്നൊരു ഫീലുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നമ്മളൊരു 7 വർഷം ബാക്കിലേക്ക് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലൂസിഫർ ഈ മഞ്ജുചേച്ചി എന്ന് പറഞ്ഞല്ലോ, ലൂസിഫർ അനൗൺസ് ചെയ്യുന്ന സാഹചര്യത്തിൽ പൃഥ്വിരാജ് ലാലേട്ടനെ വെച്ച് ഒരു സിനിമ ചെയ്യിക്കുമെന്ന് ഒരു ന്യൂസ്. അതൊക്കെ ലൂസിഫർ ഇറങ്ങി, അത് ബ്ലോക്ക് ബസ്റ്റർ ആവും, അറിയാം, പൃഥ്വിക്ക് പരിപാടി അറിയാം എന്നൊരു സാഹചര്യം എല്ലാവർക്കും അറിയില്ല. അത് കഴിഞ്ഞ് ഓക്കെ, അത് കഴിഞ്ഞ് ഫ്രാഞ്ചൈസി ആണെന്ന് നേരത്തെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ന്യൂസ് കവർ ഡയറക്ടർ എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു ന്യൂസ് കവർ ഡയറക്ടർ ഇത്രയും 3 സിനിമകളുമായിട്ട് വലിയൊരു സ്വപ്നമായിട്ട് ഇറങ്ങിയത്? അത് മലയാളം എന്നൊരു ഇൻഡസ്ട്രിയിൽ നിന്നാണ്. ആ ന്യൂ കവർ ഡയറക്ടർ 100ലധികം സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, ഞാൻ ഒരു പബ്ലിക് സ്ഫിയറിലേക്ക് വന്ന സമയം മുതൽ എനിക്കൊരു 18 വയസ്സുള്ളപ്പോഴാണല്ലോ ഞാൻ നടന്നത്. അന്ന് മുതൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങളത് എന്ത് ധൈര്യത്തിലാണ് എന്നാണ് ചോദിച്ചോണ്ടിരുന്നത്. ആക്ച്വലി അതിങ്ങനെ ഒരു വഴി കൂടെ പോകുന്നു. വൈറൽ വീഡിയോയെ പറ്റി സംസാരിക്കുമ്പോൾ ചിരിയോടുകൂടി പറയുന്നു, ഞാൻ ഇതുവരെ സക്സസിൽ എത്തിയിട്ടില്ല, ഞാൻ കണ്ട ഡ്രീമിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ ഞങ്ങളെ പോലുള്ള ആൾക്കാർ നോക്കുമ്പോൾ നിങ്ങൾ ഡ്രീമിലാണ് നിൽക്കുന്നത്. അപ്പം ഇതുവരെ എത്തിയിട്ടുള്ള ഈ സക്സസ് മന്ത്രം എന്തായിരുന്നു ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്? ഇല്ല, ഞാനൊരു മന്ത്രമൊന്നുമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ ഒരുപാട് വലിയ ആഗ്രഹങ്ങളുള്ള ആളാണ് ഞാൻ. ഭയങ്കര വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ആ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അത് പറയുമ്പോഴും ഭാഗ്യം എന്നൊരു വലിയ ഘടകം അവിടെ ഉണ്ട്. അത് ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല. അങ്ങനെ ജോലി ചെയ്യാനൊരു മനസ്സുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാവർക്കും ഈ ഒരു അവസരവും ഈ ഒരു അവസ്ഥയും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ എൻ്റെ ഡ്രീംസിനെ പെർസ്യൂ ചെയ്യുമ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവൂരിനെ പോലെയും ശ്രീ മോഹൻലാലിനെ പോലെയും ഒക്കെ ഇത്രയും ക്ലൗഡും ഇൻഫ്ലുവൻസും ഉള്ള ആൾക്കാർ എൻ്റെ സ്വപ്നങ്ങളിൽ എന്നെ വിശ്വസിച്ചു എന്ന് പറയുന്നിടത്താണ് എൻ്റെ വിജയം സംഭവിക്കുന്നത്. ആ ഭാഗ്യം വലിയ സ്വപ്നങ്ങൾ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കുന്നുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഒരു ആന്റണി പെരുമ്പാവൂരും ഒരു മോഹൻലാലും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നത്. കാരണം യു നീഡ് പീപ്പിൾ അറൗണ്ട് യു ടു ബിലീവ് ഇൻ യുവർ ഡ്രീംസ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. എൻ്റെ വീട്ടിൽ ഭാര്യയും മോളും ഉണ്ട്. മറ്റാരേക്കാളും എൻ്റെ സ്വപ്നങ്ങളിലും എന്നിലും ബിലീവ് ചെയ്യുന്നത് എൻ്റെ വൈഫും എൻ്റെ മോളുമാണ്. എൻ്റെ അമ്മ എന്നെ വളർത്തിയത് ബിലീവ് ഇൻ യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞാണ്. എൻ്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് സ്വപ്നങ്ങൾക്ക് അതിരില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മേ ബി ഐ എം ബ്ലെസ്ഡ് വിത്ത് ഗ്രേറ്റ് ചൈൽഡ്ഹുഡ്, ഐ എം ബ്ലെസ്ഡ് വിത്ത് എ വെരി ഹാപ്പി ഹോം. എന്നെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയും ഒരു അച്ഛൻ്റെ സ്വപ്നങ്ങളിൽ കൂടെ നിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു മോളും ആ സ്വപ്നങ്ങളിൽ പങ്കുചേരണമെന്ന് വിശ്വസിക്കുന്ന സുഹൃത്തുക്കളും കൊളീഗ്സും ഒക്കെ ഉള്ള ഒരു മഹാഭാഗ്യവാനാണ് ഞാൻ. ആ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതായത് ഈ ലൂസിഫർ റിലീസായ സമയത്ത് അതേപോലെ തന്നെ ഹിറ്റായൊരു പദം വരുന്നു, ഇലുമിനാറ്റി എന്ന് പറയുന്നത് പദം. അപ്പോ ഈ ഇലുമിനാറ്റി അതിനൊക്കെ മുമ്പേ വളരെ ഹിറ്റാണ് ആക്ച്വലി. പക്ഷേ ലൂസിഫറിലാണ് ഇതിലൂടെ ഹിറ്റ് ആവുന്നത്. പക്ഷെ പ്രത്യക്ഷമായിട്ട് അതിലൊന്നും പറയുന്നുമില്ല, പരോക്ഷമായിട്ട് പലതും കാണിക്കുന്നുണ്ട്. റോസ്റ്റൽ ഫാമിലിയും ഒപ്പം തന്നെ ആ നമ്പറും എല്ലാം. ഈ എംപുരാനിൽ അങ്ങനെ ഉണ്ടാവും? പ്രത്യക്ഷമായിട്ട് പറഞ്ഞാൽ പിന്നെ അത് എങ്ങനെ ഇലുമിനാറ്റി ആകും? നിങ്ങൾ ഇലുമിനാറ്റിക്കാരെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കി സംസാരിക്കും. ആദ്യമായിട്ട് ഈ ഒരു മലയാള സിനിമ ഐമാക്സ് ഫോർമാറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇത് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു അതിനുള്ളത്? ആക്ച്വലി നല്ല ചോദ്യം, താങ്ക് യു വെരി മച്ച്. ഇല്ല, നേരത്തെ പ്ലാൻ ഇല്ലായിരുന്നു. ഞാനത് ഷൂട്ട് ചെയ്തിരിക്കുന്ന അനമോർഫിക് ഫോർമാറ്റിലാണ്. അനമോർഫിക് ഇസ് നോട്ട് യുവർ ഐഡിയൽ ഫോർമാറ്റ് ഓഫ് ക്യാപ്ചർ ഫോർ ഐമാക്സ് മാസ്റ്ററിംഗ്.
ഐമാക്സിലായിരുന്നുവെങ്കിൽ ഐ ഷുഡ് ഹാവ് ഷോട്ട് ഇറ്റ് ഐദർ വിത്ത് ഫുൾ ഫോം. ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വായിക്കുന്നവർക്ക് സിനിമ താല്പര്യമുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ ഐദർ ഷോട്ട് വിത്ത് ഫുൾ ഫോം ആൻഡ് ലെൻസസ്, അല്ലെങ്കിൽ ഇപ്പോൾ അലക്സയുടെ 65 എന്ന് പറയുന്ന ഒരു പുതിയ ഐമാക്സ് ഓപ്റ്റിമൈസ്ഡ് ക്യാപ്ചറിംഗ് മെക്കാനിസം ഉണ്ട്. അതിലായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ അതല്ല ഷൂട്ട് ചെയ്തത്, ഞാൻ അനിമോഫിക്സിലാണ് ഷൂട്ട് ചെയ്തത്. നമ്മുടെ ടീസർ റിലീസായ ദിവസം ജനുവരി 26-നാണ് ടീസർ റിലീസായത്. ജനുവരി 27-നോ മറ്റോ US ക്രിസ്റ്റഫർ ടിൽമൻ എന്ന് പറയുന്ന ഐമാക്സിന്റെ ഹെഡ് എൻ്റെ നമ്പർ കണ്ടുപിടിച്ച് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അദ്ദേഹമാണ്, അതെ, താങ്ക്സ് ടു, അതുകൊണ്ട് ഞാൻ താങ്ക്സ് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്രിസ്റ്റഫർ ടിൽമൻ, ക്രിസ് ആണ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് we just saw your film's footage and we truly believe that this needs to be showcased on IMAX across the world എന്ന് ഇങ്ങോട്ട് പറയുകയും ക്രിസിന്റെ താല്പര്യപ്രകാരമാണ് ഈ സിനിമ നമ്മൾ ഐമാക്സിലേക്ക് മാസ്റ്റർ ചെയ്ത് ഐമാക്സിൽ കാണിക്കുന്നത്. ഹാവിങ് സെഡ് ദാറ്റ്, ഞാൻ ഐമാക്സ് മാസ്റ്ററിന്റെ കുറെ ഫുട്ടേജ് കണ്ടു. ദ വിഷ്വൽ ക്വാളിറ്റി ഈസ് മൈൻഡ് ബ്ലോയിങ്. അവർ ബ്യൂട്ടിഫുള്ളി മാസ്റ്റർ ചെയ്തിട്ടുണ്ട് സിനിമ. ഇസ് ഇറ്റ് ഓപ്റ്റിമൈസ്ഡ് ഫോർ ഐമാക്സ് സ്ക്രീൻസ് ആൻഡ് ഐമാക്സ് പ്രൊജക്ഷൻ? ഐ ഷുഡ് ബി ഓണസ്റ്റ്, അല്ല. ഇനിയിപ്പോൾ ക്രിസുമായിട്ട് ബന്ധമൊക്കെ ആയ സ്ഥിതിക്ക് എൻ്റെ വട്ടിന് ചിലപ്പോൾ ഇനി അടുത്ത പടമൊക്കെ നമ്മൾ നോക്കാം.